ഹായ് ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ബക്കറ്റൊക്കെ വെള്ളം കോരാനായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവസാനം വേറെ നിവർത്തിയില്ലാതെ വെള്ളം എല്ലാത്തിലും കോരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തിന് നടുവേദന എടുക്കുന്നുണ്ട്. ആ സമയത്ത് വേദ ആ മുറിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വേദ വരുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇത്രയും വെള്ളം കോരേണ്ടി വരുന്നു വിചാരിച്ചില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ കാരണമാടി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നീ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രത്തിനെ വേദ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എന്താടി നീ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രം ഒന്നും ഇല്ലാതെ വേദന നോക്കിക്കുമ്പോൾ, എന്താ ഹാപ്പി ആയോ? അയ്യടാ ഒരു സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കളിയാക്കുന്നുണ്ട്. എനിക്കറിയാടി നീ എൻ്റെ നാശം കണ്ടിട്ട് ഈ വീടിൻ്റെ പടി ഇറങ്ങുന്നു. അതെ, കറക്റ്റാണ്, നിങ്ങളുടെ നാശം കണ്ടിട്ട് ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനെ വേദ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ നല്ല കുളിച്ചൊക്കെ ഒരുങ്ങിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഒരുങ്ങാണ്. സമയത്ത് നന്ദിനിയാണെന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. എന്താണ് എവിടേക്കോ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അമ്മ വിളിക്കുകയാണ്. അമ്മയല്ല, മുത്തശ്ശി വിളിക്കുന്നുണ്ട്. മുത്തശ്ശി വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്താ മുത്തശ്ശി പോകാറായോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, പോകാറായത് പറയാനല്ല വിളിച്ചത്, മോള് വരണ്ടാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മോളെ കൊണ്ടുപോകണ്ടാന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ, എന്താ മുത്തശ്ശി പറഞ്ഞു, ഞാൻ വരണ്ടേ വർഷത്തിൽ വീട്ടിലേക്ക് എന്ന് പറയുകയാണെ. അങ്ങനെയൊക്കെ ഇത് നന്ദിനി കേൾക്കുന്നുണ്ട്. നന്ദിനി ഒരുപാട് പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ നിന്നെ നട തള്ളിയടി, നിന്നെ ഇനി അവർക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് വേദ വിക്രമിൻ്റെ റൂമിൽ പോയിരുന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിക്രം അവിടേക്ക് വരുന്നുണ്ട്. വേദന ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല, താൻ കാരനാണല്ലോ വേദ ഇത്രയും വേദന അനുഭവിക്കുന്നതെന്നൊക്കെ ആലോചിച്ച് വിക്രത്തിന് വല്ലാത്ത വിഷമാവുന്നുണ്ട്. വേദയാണെന്നുണ്ടെങ്കിൽ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോകാൻ കേട്ടോ. വിക്രത്തിന് മുന്നിൽ തൊഴുത് കരയാണ്, ഞാൻ കുറച്ച് നേരമെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. ഇത്രയാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.